സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരാനാണ് സാധ്യത. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആതിര രാധാകൃഷ്ണൻ ചേരുന്നു. ആതിര, കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി ശക്തമായ മഴയാണ് പലയിടത്തും പെയ്യുന്നത്. എന്തൊക്കെയാണ് മഴ മുന്നറിയിപ്പിലുള്ള മാറ്റങ്ങൾ? മായ, നേരത്തെ തന്നെ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ജില്ലകളിൽ മാത്രമായിരുന്നു മഞ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം മഴയുടെ ഒരു തീവ്രത കണക്കിലെടുത്തുകൊണ്ട് മറ്റു ജില്ലകളിലേക്ക് കൂടി മുന്നറിയിപ്പ് വ്യാപിപ്പിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ 8 ജില്ലകളിലാണ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിൽ, അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ വരെയുള്ള ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 5 ദിവസം വരെ, അതായത് 18-ാം തീയതി വരെ ശക്തമായ മഴയുടെ ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഈ മഴ മുന്നറിയിപ്പിൽ നിലവിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇന്ന് മത്സ്യബന്ധനത്തിന് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നാളെ മുതൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ടാകും. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന നിർദ്ദേശമൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷേ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ ചെറിയ വള്ളങ്ങളും ചെറിയ ബോട്ടുകളും കടലിൽ ഇറക്കുന്നതിന് ഒരു നിയന്ത്രണമുണ്ട്. അവ ഇറക്കരുത് എന്നാണ് നിലവിൽ ഇത്തരത്തിൽ ഒരു നിർദ്ദേശം കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയുടെ സാധ്യതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ ഏകദേശം 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള ഒരു സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ നദികളൊക്കെ തന്നെ ഈ മഴയുടെ ഒരു തീവ്രത അനുസരിച്ച് നദികളൊക്കെ തന്നെ കരകവിഞ്ഞൊഴുകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്ന നിർദ്ദേശവും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശക്തമായ കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും ഒക്കെ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പൊതുജനങ്ങൾ ഏതായാലും ജാഗ്രത പാലിച്ചുകൊണ്ടിരിക്കണം. ഒരുപക്ഷെ മഴയുടെ തീവ്രത കൂടുന്നതിനനുസരിച്ച് മുന്നറിയിപ്പിൽ ഇനിയും മാറ്റങ്ങൾ വന്നേക്കാം. ഏതായാലും 18-ാം തീയതി വരെ സംസ്ഥാനത്ത് ഇടവിട്ട ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്.